നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മുടെ സനാതന ധർമ്മത്തിനും ഹൈന്ദവ ആചാരങ്ങളിലും കർക്കിടക മാസത്തിനും അതിലെ അപാരമായ പുണ്യദിനമായ കർക്കിടക വാവിനും വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ടെന്ന് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയാവുന്നതാണല്ലോ. രാമായണ മാസച്ചരടുകളാൽ ശുദ്ധീകരിക്കപ്പെടുന്ന കർക്കിടകത്തിൽ നമ്മുടെ പ്രപഞ്ചവുമായുള്ള ബന്ധവും പാരമ്പര്യവുമായുള്ള ആ കണ്ണികളും കൂടുതൽ ദൃഢപ്പെടുകയാണ് ചെയ്യുന്നത്. ജ്യോതിഷപരമായും ആത്മീയപരമായും നാം നോക്കുമ്പോൾ സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലയളവ് പിതൃക്കളുടെ ദിനയാത്രങ്ങളുടെ ആരംഭമാണ്. നമ്മുടെ പൂർവികർ, അതായത് നമ്മെ ഈ ലോകത്തേക്ക് അയച്ച, നമുക്ക് രക്തവും വംശവും പാരമ്പര്യവും നൽകി കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട പിതൃക്കൾ തങ്ങളുടെ സന്തതി പരമ്പരകളെ അനുഗ്രഹിക്കാനായി പിതൃലോകത്ത് നിന്നും ഭൂമിയിലേക്ക്, പ്രത്യേകിച്ച് തങ്ങളുടെ സ്വന്തം ഗൃഹങ്ങളിലേക്ക് ആനയിക്കപ്പെടുന്ന വിശുദ്ധമായ ദിനമാണ് കർക്കിടക വാവ്. ഈ ദിനത്തിൽ നാം നൽകുന്ന തിലതർപ്പണവും ബലിയന്നവും സ്വീകരിച്ച് സന്തോഷത്തോടെ അവരെല്ലാം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് മടങ്ങുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ പലപ്പോഴും നാം അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വിനകൾ ചെറുതല്ല. നാം വലിയ രീതിയിൽ പൂജകളും തർപ്പണങ്ങളും നടത്തിയാലും വീട്ടിൽ വന്നു ചേരുന്ന അപൂർവമായ ചില ദോഷങ്ങൾ കാരണം കുടുംബത്തിൽ കഷ്ടകാലവും സാമ്പത്തിക തകർച്ചയും മാറാവ്യാധികളും അസ്വസ്ഥതകളും വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും മിക്ക ആളുകളും പറയാൻ മറന്നുപോകുന്നതുമായ ഒരു വിലപ്പെട്ട നാട്ടറിവ് പങ്കുവെക്കുവാനാണ്. കർക്കിടക വാവിന് മുൻപ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിർബന്ധമായും പുറന്തള്ളേണ്ട, ഒഴിവാക്കേണ്ട 3 വസ്തുക്കളെക്കുറിച്ചാണ് നാം ഇന്ന് നിങ്ങളോട് പരാമർശിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അറിവ് കേവലമൊരു വാക്ക് കേട്ട് തള്ളിക്കളയാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐശ്വര്യം വരണമെങ്കിൽ ഇത് പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തിയേ മതിയാവൂ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ അശ്രദ്ധകൾ കൊണ്ട് സംഭവിക്കുന്ന ചില പ്രയാസങ്ങൾ തന്നെയാണ്. കർക്കിടക വാവ് ദിനത്തിൽ പിതൃക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരോടൊപ്പം മോക്ഷം ലഭിക്കാത്ത ദുരാഗ്രഹങ്ങളും ദുഃഖങ്ങളും പേറി അലയുന്ന ചില ദുരാത്മാക്കളോ പ്രേതശക്തികളോ ദുർഭൂതങ്ങളോ കൂടെ വരാൻ സാധ്യതയുണ്ട്. അതായത് ദുർമരണം അടഞ്ഞവരും ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവരുമായ ഇത്തരം ആത്മാക്കൾക്ക് പ്രത്യേകമായ ചില നെഗറ്റീവ് ഊർജങ്ങളെ തിരിച്ചറിയുവാനും അവയിൽ ആകൃഷ്ടരാകുവാനും സാധിക്കും. സാധാരണഗതിയിൽ വാവുബലി തർപ്പണം കഴിഞ്ഞ് തൃപ്തരായ പിതൃക്കൾ തങ്ങളുടെ ലോകത്തേക്ക് മടങ്ങുമ്പോൾ ഈ ദുരാത്മാക്കളും ഒപ്പം മടങ്ങേണ്ടതാണ്. എന്നാൽ നമ്മുടെ ചില ഗ്രഹത്തിനകത്ത് ചില പ്രത്യേകതരം വസ്തുക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ദുരാത്മാക്കളിൽ അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ വീട്ടിൽ തളച്ചിടാൻ തക്കവണ്ണം ആകർഷണ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. മോക്ഷം ലഭിക്കാത്ത ഈ ആത്മാക്കൾ തർപ്പണത്തിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു. വീട്ടിലെപ്പോഴും അനാവശ്യമായ വഴക്കുകളും മനഃശാന്തിയില്ലായ്മ ഉടലെടുക്കുന്നു. ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ മക്കൾക്കോ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ജീവന് തന്നെ ആപത്തു വരുന്ന അപകടങ്ങൾ എന്നിവ സംഭവിക്കുന്നു. കഠിനാധ്വാനം ചെയ്താലും കയ്യിൽ 5 പൈസ നിൽക്കാത്ത അവസ്ഥ, കടബാധ്യതകൾ, ബിസിനസ്സിലെ പെട്ടെന്നുള്ള തകർച്ച എന്നിവയുണ്ടാകാം. ഇത്തരത്തിൽ പല പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി കടന്നു വരാം. ഇതെല്ലാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും കർക്കിടക വാവ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പണം നിൽക്കുന്നില്ല എന്നും വീഴ്ചയും അപകടവും മറ്റു പല പ്രയാസങ്ങളുമാണ് എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ എൻ്റെ അടുത്ത് പരാതിയുമായി വരാറുണ്ട്. അതായത് രാശി വെച്ച് നോക്കുമ്പോൾ ഒരു ആത്മാവ് മോക്ഷമില്ലാതെ വീട്ടിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ 2 പേർ അസ്വസ്ഥരായി ചുറ്റിത്തിരിയുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം പിതൃക്കൾ ആയിരിക്കണമെന്നില്ല. പുറത്തെവിടെയോ അലഞ്ഞു തിരിയേണ്ട ശക്തികൾ, നാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച ചില വസ്തുക്കളുടെ ആകർഷണം കാരണം അകത്തു കയറിപ്പറ്റിയതാണ്. നാം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ആ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ പറയാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ കർക്കിടകം 27-ാം തീയതിയും വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ഒരു അധ്യായം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക.
നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുന്നത്. ഇത്തരം പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ താഴെ കമൻറ്റായി നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി നാം ആദ്യം തന്നെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് കാറിയ എണ്ണയാണ്. എന്താണ് കാറിയ എണ്ണ എന്ന് നോക്കിയാൽ ഓരോ നാട്ടിലും ഓരോ ഭാഷാഭേദങ്ങൾ കാണും. എങ്കിലും ചീഞ്ഞു പോയതോ പഴകിയ നാറ്റം വന്നതോ കരിഞ്ഞു പോയതോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പല പാത്രങ്ങളിലും കുപ്പികളിലുമായി എടുത്തു വച്ചിരിക്കുന്നതുമായ നാളികേര എണ്ണ, വിളക്കെണ്ണ അല്ലെങ്കിൽ മറ്റ് അവശിഷ്ട എണ്ണകളെയാണ് കാറിയ എണ്ണ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് മാറ്റേണ്ടതെന്ന് പറയുന്നത്, പഴകിയ എണ്ണയിൽ വരുന്ന ദുർഗന്ധവും അതിലെ തമോ ഗുണവും ദുഷ്ടശക്തികൾക്കും മോക്ഷമില്ലാത്ത ആത്മാക്കൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്. വീടിൻ്റെ ഇരുണ്ട കോണിലോ അടുക്കളയിലോ സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരം എണ്ണകൾ നെഗറ്റീവ് ഊർജത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. നാം ഇത് ചെയ്യേണ്ടത് കർക്കിടക വാവു ദിവസം പുലരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ എണ്ണകൾ വീടിന് പുറത്ത് കളഞ്ഞ് ആ പാത്രങ്ങൾ വൃത്തിയാക്കി വെക്കണം. ഒരു തുള്ളി പോലും കാറിയ എണ്ണ വീട്ടിനുള്ളിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇനി രണ്ടാമതായി നാം അത്യന്തം ശ്രദ്ധയോടെ മാറ്റേണ്ട വസ്തുവാണ് കരിഞ്ഞ തുണി. ഇത് എങ്ങനെ ഉണ്ടാകുന്നു? നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് അടുക്കളകളിൽ ചൂടുള്ള പാത്രങ്ങൾ ഇറക്കി വെക്കുവാനോ അടുപ്പിലെ കരി തുടയ്ക്കുവാനോ ഒക്കെയായി നാം പഴയ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഈ തുണികൾ അബദ്ധത്തിൽ തീ പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യാറുണ്ട്. ചെറിയ ഒരു ഭാഗമല്ലേ കരിഞ്ഞുള്ളൂ, സാരമില്ലെന്ന് കരുതി കഴുകി ഉണക്കി നാം വീണ്ടും അത് അടുക്കളയിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, കരിഞ്ഞ തുണി എന്നത് ദാരിദ്ര്യത്തിൻ്റെയും അപശകുനത്തിൻ്റെയും പ്രതീകമാണ്. തീയും കരിയും ചേർന്ന് കരിഞ്ഞ തുണിയിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം വാവു ദിവസം വീട്ടിലെത്തുന്ന ദുരാത്മാക്കൾക്ക് താങ്ങാനുള്ള അന്തരീക്ഷമൊരുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ ഇതെല്ലാം നിസ്സാരമായി കാണുന്നവരുടെ ജീവിതത്തിലാണ് ഒരു പ്രശ്നത്തിന് പുറകെ ഓരോന്നായി സംഭവിക്കുന്നത്. ഇനി നാം മൂന്നാമതായി വീട്ടിൽ നിന്ന് തീർത്തും മാറ്റി നിർത്തേണ്ട ഒന്നാണ് ഉടഞ്ഞ ഗ്ലാസ്. മനുഷ്യ സഹജമായ വീഴ്ചകൾ സാധാരണയായി ചില്ല് പാത്രങ്ങളോ വെള്ളം കുടിക്കുന്ന ഗ്ലാസോ പൊട്ടിയാൽ ആരും അത് വീട്ടിൽ വെക്കാറില്ല, കളയാറുണ്ട്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്തെന്നാൽ ഇത് നിങ്ങളെ കളയാൻ അല്ലെങ്കിൽ പിന്നീട് ആക്രിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് കയ്യിൽ നിന്ന് വീണ് പൊട്ടിയ ഗ്ലാസുകളോ മറ്റ് ജനൽപ്പാളികളോ മുകളിൽ അടുക്കളയിൽ മൂലയിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും കോണിലോ മാറ്റിവെക്കും. എന്തുകൊണ്ട് ഉടഞ്ഞ ഗ്ലാസ് അപകടകാരിയാവുന്നുവെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പൊട്ടിയ ചില്ലുകൾക്കും ഉടഞ്ഞ പാത്രങ്ങൾക്കും വാസ്തുപ്രകാരവും ജ്യോതിഷപ്രകാരവും ഭാരിച്ച ധനനഷ്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇവ വച്ചിരിക്കുന്ന വീട്ടിൽ അനാവശ്യമായ തർക്കങ്ങളും ദേഹാസ്വാസ്ഥ്യങ്ങളും ശരീരത്തിന് കേടുവരുത്തുന്ന വലിയ അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഉടഞ്ഞ ഗ്ലാസുകൾ വീടിനകത്ത് ഒരു കാരണവശാലും വെക്കരുത്. വീടിന് വെളിയിൽ വെച്ചാൽ കുഴപ്പമില്ല, എങ്കിൽ വാവിന് മുൻപ് തന്നെ വീട്ടുപറമ്പിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നാം നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളതുപോലെ ആക്രിക്കോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടി അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അല്ലാത്ത പക്ഷം വാവു ദിവസം ഇതിലൂടെ കടന്നുകൂടുന്ന ദുഷ്ടശക്തികളുടെ സാന്നിധ്യം പിന്നീട് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ അടുത്ത് വന്ന് പല ആളുകളും വളരെ പ്രയാസത്തോടുകൂടി പറഞ്ഞ് നാം പ്രശ്നത്തിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഈ സാധ്യതകളാണ് നാം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഒരറിവും ചെറുതല്ല. ഇന്നൊരു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ പുതിയ കാലത്തെ പരിഷ്കാരികളായ സയൻസ് മാത്രം വിശ്വസിക്കുന്ന കുട്ടികൾക്ക് തോന്നാം ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്ന്, ഇതിലൊക്കെ എന്ത് ശാസ്ത്രമാണുള്ളതെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഉറപ്പിച്ചു പറയട്ടെ, നമ്മുടെ പഴമക്കാരുടെ നാട്ടറിവുകൾ ഒരിക്കലും അന്ധവിശ്വാസമല്ല. അത് തലമുറകളിലൂടെ അവർ അനുഭവിച്ചറിഞ്ഞ അനുഭവ പാഠങ്ങളാണ്. ശാസ്ത്രം എന്നത് എന്നും തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇന്ന് ശാസ്ത്രം ശരിയെന്ന് പറയുന്ന ഒന്നിനെ നാളെ അവർ തന്നെ തിരുത്തി പുതിയതൊന്ന് പറയും. എന്നാൽ നമ്മുടെ ആചാരങ്ങളും പഴമക്കാരുടെ നാട്ടറിവുകളും കാലങ്ങളോളം മാറ്റമില്ലാതെ നിൽക്കുന്ന വാസ്തവങ്ങളാണ്. ഉദാസീനത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നാം വരുത്തുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തെറ്റുകളാണ് പിന്നീട് വലിയ കൊടിയ ദോഷങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് അനുഭവിക്കുന്നത്. പിന്നീട് ആളുകൾ അതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാതെ മറ്റു പല വഴിപാടുകളുടെയും പൂജകളുടെയും പുറകെ നടക്കും. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നുള്ള ഈ ഉപദേശങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുക.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയെയും ഐശ്വര്യത്തെയും കരുതി ഈ 3 കാര്യങ്ങളും, അതായത് കാറിയ എണ്ണ, കരിഞ്ഞ തുണി, ഉടഞ്ഞ ഗ്ലാസ്, കർക്കിടക വാവിന് മുൻപ് തന്നെ വീടിന് പുറത്തേക്ക് മാറ്റുക. പിന്നീട് വന്നെത്തുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്നും സാമ്പത്തിക തകർച്ചകളിൽ നിന്നും രക്ഷ നേടാൻ ഈ ചെറിയ കരുതൽ സഹായിക്കും. ഈ പവിത്രമായ അറിവ് നിങ്ങളിലേക്ക് മാത്രം ഒതുക്കിക്കളയരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഇത് കൃത്യമായി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.